ലൈഫിലൊരു നെഗറ്റീവ് സിറ്റുവേഷൻ വരികയാണ്, നമുക്കിഷ്ടമില്ലാത്തൊരു മൊമെൻറ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു പെയിൻ വരികയാണ്, ഒരു സഫറിങ് വരികയാണ്. നമ്മൾ എന്താ ആഗ്രഹിക്കുക? വേഗം ആ മൊമെൻ്റ് അങ്ങ് തീരട്ടെ എന്ന് ആഗ്രഹിക്കില്ലേ? പക്ഷെ നമ്മൾ എത്രത്തോളം വേണ്ട ആ മൊമെൻറ്റ് പോട്ടെ അവേർഷൻ കാണിക്കുന്നോ അതിന് ഭയങ്കര ദൂരവും ഡിസ്റ്റൻസും സമയവും എടുക്കുന്ന പോലെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ നമുക്കൊരു ഹാപ്പി മൊമെൻറ്റ് വരുന്ന സമയത്ത്, ലൈഫിലൊരു സന്തോഷമുള്ള മൊമെൻറ്റ്, ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഒരു കാര്യം വിൻ ചെയ്തിട്ട് ആ ഒരു സന്തോഷത്തിലിരിക്കുക. ഇങ്ങനെയുള്ള ഹാപ്പി മൊമെൻറ്റ്സ് നമ്മളെപ്പോഴും നിലനിൽക്കണം, അതിനെ ക്രേവ് ചെയ്യില്ല. അങ്ങനെയുള്ള മൊമെൻറ്റ് കുറച്ച് നേരം കൂടി നിന്നിരുന്നെങ്കിൽ, ആ ഒരു ഫീൽ കൂടുതൽ നേരം നിലനിന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കില്ലേ? അപ്പോൾ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നറിയോ? നമ്മൾ ഈ രണ്ട് മൊമെൻറ്റിലും ഒരു കാഴ്ചക്കാരെ പോലെ നോക്കി കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളെ ലൈഫിൽ നമ്മൾ അവേർഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ അതേ ശക്തിയിൽ നമ്മൾ വന്നിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു പെയിൻ വരുന്ന സമയത്ത്, സഫറിങ് വരുന്ന ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി നമ്മളതിനെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി കാണുന്ന സമയത്ത് അത് താനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. പക്ഷെ അതിനോട് നമ്മൾ മത്സരിക്കാൻ നിന്നാൽ അത് നമ്മളെയും വിടൂല, നമ്മളിങ്ങനെ സഫർ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മളൊരു ക്രേവിങ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലിസ് ഫീലോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്ന സമയത്ത് നമ്മളത് ആ ഫീൽ കുറച്ചുകൂടി വരട്ടെ, നല്ല ക്രേവിങ്ങിൽ നമ്മളിങ്ങനെ ഇരിക്കില്ലേ, ആ മൊമെൻ്റ് എൻജോയ്, അത് പെട്ടെന്ന് പോകും. അവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കാഴ്ചക്കാരനെ പോലെ അത് നോക്കിക്കണ്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ച് നമ്മളത് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഒന്നിൻ്റെയും ഹൈപ്പും ലോവറും പോകാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത് നമുക്ക് കൂടുതൽ നേരം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവേർഷൻ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ അവെയർ ആവുക, ക്രേവിങ് കാണിക്കുമ്പോൾ അതിനെ അവെയർ ആവുക. ആ ഒരു രണ്ടിൻ്റെ മിഡിൽ സ്റ്റേജിൽ നമ്മൾ നിൽക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുമ്പോൾ സഫറിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത്ര നാൾ സഫർ ചെയ്ത പോലെ ഇങ്ങനെ ലോങ് ആയിട്ട് പോയില്ല. അത് നമുക്കിങ്ങനെ അതിൻ്റെ ഡ്യൂറേഷൻ കട്ട് ചെയ്ത് അത് ഇല്ലാതാക്കുന്ന ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ നമ്മൾ ക്രേവ് ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ അതിനോട് അധികം ക്രേവിങ്സ് ഒന്നും കാണിക്കാതെ തന്നെ ഒബ്സർവ് ചെയ്താൽ അതുപോലെയുള്ള ഒരുപാട് മൊമെൻറ്റ് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് വരും.